വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഭാര്യമാർ ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെയും എന്തെങ്കിലും ഒരു കേസ് കൊണ്ടു കൊടുക്കുകയും ആ കേസിൽ മുമ്പത്തെ IPCയുടെ സെക്ഷൻ 498A പ്രകാരമോ അല്ലെങ്കിൽ നിലവിലത്തെ BNSലെ 85 എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരമോ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അവരെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി സുപ്രധാന വിധി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു വിധിയാണ്. അപ്പോൾ എന്താണ് ഈ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ സെക്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് വിശദമായി നോക്കാം. നമ്മുടെ ചാനലിലെ 200-ൽ അധികം വീഡിയോ ആയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ലോ പോയിന്റ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ് തട്ടത്തുമല്ല. ശിവാംഗി ബൻസൽ വേഴ്സസ് ഷാഹിദ് ബൻസൽ എന്ന് പറയുന്ന കേസിന്റെ അപ്പീൽ കേൾക്കുമ്പോഴാണ് സുപ്രീം കോടതി ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ കേസിൽ ശിവാംഗി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഒരു IPS ഉദ്യോഗസ്ഥയാണ്. ഇവരുടെ ഭർത്താവ് ഷാഹിദ് ബൻസലാണ്. ഇവർക്കൊരു മകളുണ്ട്. ഇവര് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഇവർക്ക് യാതൊരുവിധ അലിമണി വേണ്ട എന്നും അതുപോലെ മകളുടെ ചെലവുകളെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് മകളുടെ കസ്റ്റഡി സഹിതം ഈ ഭാര്യയാണ് വാങ്ങിക്കുന്നത്. പക്ഷേ അതിനുശേഷം 2 സംസ്ഥാനങ്ങളിലായിട്ട് ഈ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കുമെതിരെ 20ഓളം കേസുകളാണ് ഈ IPS ഉദ്യോഗസ്ഥർ കൊടുക്കുകയും ഈ ഭർത്താവിൻ്റെ അച്ഛനും 100 ദിവസത്തിലധികമായി ഈ കേസുകളിൽ ജയിലിൽ കഴിയേണ്ട അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു. IPCയിലെ 498A അല്ലെങ്കിൽ BNSലെ സെക്ഷൻ 85 എന്ന് പറയുന്നത് ഭാര്യയെ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. ഈ കേസുമായി പോയപ്പോൾ ഈ യുവതിയുടെ ഭർത്താവ് കോടതിയെ ബോധിപ്പിച്ചത് ഈ 498A സെക്ഷൻ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തുടനീളം ഒട്ടനവധി സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഈ 498A മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തീർച്ചയാക്കിയതിന് ശേഷമാണ് സുപ്രീം കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിപ്പിച്ചത്. ഇനി മുതൽ ഇങ്ങനെ ഈ 498A അതായത് നിലവിലത്തെ 85 പ്രകാരം ഒരു കേസ് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ആയാൽ പോലീസ് ഉടനടി തന്നെ ഇതിലെ പ്രതികളെന്ന് കരുതപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിനു പകരം 2 മന്ത് കൂൾ ഓഫ് ടൈം കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ FIR രജിസ്റ്റർ ചെയ്ത് 2 മാസത്തോളം സമയം കൊടുക്കണം. ആ സമയത്ത് ഫാമിലി വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിലേക്ക് ഈ കേസ് ഡയറക്റ്റ് ചെയ്യണം എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ കടന്നു പോകേണ്ട 8 സ്റ്റേജുകളാണ് സുപ്രീം കോടതി ഈ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. 1, FIR ഫയൽ ചെയ്യുന്നുണ്ട്. 2, FIR ഫയൽ ചെയ്ത ഉടനെ തന്നെ അറസ്റ്റ് നടത്താൻ പാടില്ല. ഇതിനെ FWC അതായത് അതിനകത്ത് റിട്ടയർഡ് ജഡ്ജിമാർ അടക്കമുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ അടക്കമുള്ള ആൾക്കാരുള്ള ഒരു കമ്മിറ്റിയാണ്, അതിലേക്ക് റെഫർ ചെയ്യണം. അത് കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഈ FWCയുടെ ഒരു റിപ്പോർട്ട് ഇതിന്റെ കൺസേൺ ആയിട്ടുള്ള മജിസ്ട്രേറ്റിന് നൽകേണ്ടതുണ്ട്. കോംപ്രമൈസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകണം, കോംപ്രമൈസ് ആയിട്ടില്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് നൽകുക. അത് കഴിഞ്ഞ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് പോലീസ് തന്നെ കോടതി നൽകുകയും പിന്നെ വിറ്റ്നസ്സുകളെ വിസ്തരിക്കുകയും അതിൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും കുറ്റക്കാരാണെന്ന് കണ്ടുപിടിച്ചാൽ അവരെ ശിക്ഷിക്കണമെന്നും കോടതി പറയുന്നുണ്ട്. അതായത് വാശി തീർക്കുവാൻ വേണ്ടി IPCയിലെ ഈ 498A എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. അത് തടയാൻ വേണ്ടിയാണ് ഇത്തരമൊരു കമ്മിറ്റിയെ രൂപീകരിക്കണമെന്നും ഇങ്ങനെ 2 മാസം കൂൾ ഓഫ് ടൈം കൊടുക്കണമെന്നും കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അപ്പോൾ നമുക്കൊരു സംശയം വരും, യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു നിയമമാണ് നിലവിൽ വരുന്നതെങ്കിൽ ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കുന്ന അല്ലെങ്കിൽ ക്രൂരമായി ഇടപഴകുന്ന ഭർത്താക്കന്മാരുടെ വീട്ടുകാരും രക്ഷപ്പെടില്ലേ എന്ന്. പക്ഷെ അവിടെ നിങ്ങൾ അറിയാനുള്ളത് ഈ 498A പ്രകാരമുള്ള കേസുകൾക്ക് മാത്രമാണ് ഇത്തരമൊരു എക്സെപ്ഷൻ ഉള്ളത്. അതല്ല, നിങ്ങളെ നല്ല രീതിക്ക് ഹർട്ട് ചെയ്യുന്നുണ്ട്, ഗ്രീവിയസ് ഹർട്ട് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവേണ്ടതായിട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന തരത്തിലൊക്കെ വ്യക്തമായ തെളിവും സാക്ഷ്യങ്ങളുമുള്ള കേസുകളിൽ കറക്റ്റ് അറസ്റ്റ് നടത്തിയിരിക്കണം, കോടതിയിൽ അവരെ ഹാജരാക്കിയിരിക്കണം. ഈ 498A മാത്രമാണ് ഇത്തരമൊരു എക്സെപ്ഷൻ ഉള്ളത് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കുകയും വേണം. ഈ ശിവാംഗി എന്ന് പറയുന്ന ഈ IPS ഉദ്യോഗസ്ഥയുടെ ഈ കേസിൽ മറ്റ് ചില വിധികളും കൂടെ വന്നിട്ടുണ്ട്. അതായത് 1, ഇവർക്ക് ഓൾറെഡി ആലിമണി അതായത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരു കാശ് വേണ്ടാന്ന് പറഞ്ഞ് പിരിഞ്ഞെങ്കിലും പിന്നീട് കീഴ്ക്കോടതികളിൽ ഈ കേസൊക്കെ പോയപ്പോൾ ഇവർ ഏകദേശം 20ഓളം കേസുകളാണ് ഈ ഭർത്താവിന് വീട്ടുകാർക്കെതിരെ കൊടുത്തത്. അപ്പോൾ ആ കേസുകളിൽ ഇവർക്ക് കുറച്ച് ക്യാഷ് കൊടുക്കണമെന്നൊരു വിധി വന്നിരുന്നു. അത് സുപ്രീം കോടതി റദ്ദ് ചെയ്തു. അതുപോലെ തന്നെ
ഈ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും പബ്ലിക്കായിട്ട് ശിവാംഗി എന്ന് പറഞ്ഞ IPS ഉദ്യോഗസ്ഥ മാപ്പ് എഴുതി നൽകണമെന്നും ആ മാപ്പ് എങ്ങനെയാണ് ഏത് ഫോർമാറ്റ് ചെയ്യണം എന്നതുപോലും ഈ വിധിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അവർ ഫേസ്ബുക്കിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയയിലും ഇംഗ്ലീഷ് ഹിന്ദിയിലുള്ള പ്രമുഖ പത്രങ്ങളിലും ഈ മാപ്പ് പബ്ലിഷ് ചെയ്യണമെന്നും സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്. അതുപോലെ ഇനി മുതൽ ഈ IPS ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കുമെതിരെ യാതൊരുവിധ പ്രതികാര നടപടികളും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും സുപ്രീം കോടതി ഈ വിധിയിൽ പറയുന്നുണ്ട്. ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകൾ ഈ ഒരു വിധി വന്നതുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടില്ല എന്ന് പേടിക്കരുത്. നിങ്ങളുടെ കംപ്ലൈന്റ് ജെന്യുവൻ ആണെങ്കിൽ, നിങ്ങൾ കറക്റ്റായിട്ട് ഈ പറയും പോലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ 498A മാത്രമല്ല ഈ പറയുന്ന കേസിൽ ചാർജ് ചെയ്യപ്പെടുന്നു, മറ്റ് സെക്ഷനുകളും ഇടാറുണ്ട്. നോൺ ബെയിലബിൾ ആയിട്ടുള്ള സെക്ഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും തന്നെ ചെയ്യും. എന്നാൽ ചില സ്ത്രീകൾ, അത് എക്സെപ്ഷൻ കേസുകളാണ്, ചില ചുരുക്കം സ്ത്രീകൾ ഇത്തരമുള്ള സെക്ഷൻസ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മിസ്യൂസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഇല്ലാതാക്കുക എന്നുള്ളതും, അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള നിയമം നടപ്പിലാക്കുക, അതായത് സ്ത്രീയെയും പുരുഷനെയും കേട്ടുകൊണ്ട് വേണം ഈ നിയമങ്ങൾ നടപ്പിലാക്കാനെന്നും, അതുപോലെ നമ്മുടെ കോടതികളും നമ്മുടെ സംവിധാനങ്ങളും ഇപ്പോൾ മീഡിയേഷൻ, അതായത് കോംപ്രമൈസ് ടോക്ക് വളരെ വലിയ രീതിക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് നടപ്പിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ഡിസിഷൻ സുപ്രീം കോടതി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട റൈറ്റുകൾ കറക്റ്റ് നേടിയെടുക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. എന്നാൽ അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ ഈ പറയും പോലെ ആൺകുട്ടികളുടെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ വീട്ടുകാരോടും ഭർത്താക്കന്മാരോടും പറയാനുള്ളത്, ഇങ്ങനെ ഒരു നിലവിൽ ഇങ്ങനെ ഒരു വിധി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കാനുള്ള റൈറ്റ് ആയിട്ട് നിങ്ങളത് കാണരുത്. ഇത് ഈ നമ്മുടെ സമൂഹത്തിൽ അനീതി നടക്കുന്ന അല്ലെങ്കിൽ അനീതി നേരിട്ട പുരുഷന്മാർക്ക് വേണ്ടിയാണ് സുപ്രീം കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ വീടുകളിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തമ്മിൽ പറഞ്ഞ് ഒത്തീർപ്പാക്കാൻ ശ്രമിക്കുക. അതല്ല വീടുകളിൽ നിൽക്കുന്നില്ല എങ്കിൽ പോലീസ് സ്റ്റേഷനെയും കോടതിയെ നമുക്ക് സമീപിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിയമസഹായങ്ങൾ കിട്ടുന്നതുമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു നൽകുക. മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന ഒട്ടുമുക്കാൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലോ പോയിന്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ വീണ്ടും ഞാൻ വരുന്നതാണ്. ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ സട്ടത്തുമല്ല. ഗുഡ് ബൈ.